ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. നമുക്കറിയാം പ്രിയരെ, നമ്മളൊക്കെ ആരാധിക്കുന്നവരാണ്, കർത്താവിനെ ആരാധിക്കുന്നവരാണ്. പാട്ടുപാടുകയും കർത്താവിനെ കരമടിച്ച് നൃത്തം ചെയ്തൊക്കെ ആരാധിക്കുന്നവരാണ്. എന്നാൽ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൽ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായിട്ട് സമർപ്പിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കൈയടിച്ചു പാടി തെറ്റല്ല, ഇതെല്ലാം ആരാധനയാണ്. ചിലരൊക്കെ പാട്ട് ആസ്വദിക്കുന്നതാണ് ആരാധന. വാസ്തവത്തിൽ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് ആരാധന. എന്നാൽ നമ്മൾ സഭയിൽ വരുന്നു, പാട്ട് പാടുന്നു, കീബോർഡിൻ്റെ താളം അനുസരിച്ച് ആരാധിക്കുന്നവരുണ്ട്, കൈയടിച്ച് കൈത്താളത്തിൽ ആരാധിക്കുന്നവരുണ്ട്, പാട്ട് രസിക്കുന്നവരുണ്ട്. തെറ്റല്ല. എന്നാൽ റോമാസഭയോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള. അപ്പം നമ്മുടെ ആരാധന ആർക്ക് പ്രസാദമാകണം? ദൈവത്തിന് പ്രസാദമാകണം. ദൈവത്തിന് പ്രസാദമാകണമെങ്കിൽ നമ്മുടെ ശരീരം, വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് ദൈവവചനം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാതുകൾ കൊണ്ട് എത്ര ശ്രേഷ്ഠമായിട്ട് ഇതിനെ കാണണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ആരാധന കേവലം താൽക്കാലികമായിട്ട് അല്പസമയത്തേക്ക് ഒരു രസത്തിനുള്ള ആരാധനയാകാതെ യേശുവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം. യോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണിന് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ വേർപെട്ട് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ കർത്താവുമായിട്ട് ചേർന്ന് നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.